ഹായ്. വീണ്ടും ഒരു പുസ്തകവുമായിട്ടാണ് വന്നിരിക്കുന്നത്. അത് ആ ഒരു പുസ്തകത്തിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ആദ്യം നിങ്ങളുടെ വായനയുടെ ഇഷ്ടത്തിനെ കുറിച്ച് ഒന്നുകൂടി ചർച്ച ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ട്. നിങ്ങൾ വായനയും അതുപോലെ തന്നെ യാത്ര, പ്രത്യേകിച്ചും കാടുകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഏറ്റവും നല്ല ഒരു പുസ്തകങ്ങളിൽ ഒന്നാണ് ആരണ്യകം എന്ന ഈ ഒരു പുസ്തകം. ഇത് എഴുതിയിരിക്കുന്നത് വിഭൂതിഭൂഷൺ ബന്ദോപാധ്യായാണ്. ലീല സർക്കാർ ആണ് ഇതിനെ മലയാളത്തിലേക്ക് തർജിമ ചെയ്തിരിക്കുന്നത്. ഒരു നഗരത്തിൽ, ഡൽഹി പോലുള്ള ഒരു നഗരത്തിൽ വളരെ തിരക്കിട്ട ജോലികളിലും അല്ലെങ്കിൽ വളരെ തിരക്കേറിയ സമയക്രമങ്ങളിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ ജോലിയുടെ ആവശ്യത്തിനായി അല്ലെങ്കിൽ നിലനിൽപ്പിൻ്റെ ആവശ്യത്തിനായിട്ട് അദ്ദേഹത്തിന് ബംഗാളിലെ ഉൾഭാഗത്തിലേക്കുള്ള ഒരു കാടിനകത്ത് ഒരു എസ്റ്റേറ്റ് നടത്തിപ്പുകാരനായിട്ട് പോവേണ്ടി വരുന്നതിൻ്റെ കഥയാണ് ആരണ്യകം എന്ന ഈ ഒരു പുസ്തകം പറയുന്നത്. അവിടെ വളരെ നാഗരികതയുടെ ഏറ്റവും ആധുനിക വശത്ത് നിന്ന് ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ, തിരക്കുകളിൽ മുഴുകി ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ തികഞ്ഞ നിശബ്ദതയിലേക്ക് പറിച്ചു നടന്നതായിട്ട് നമുക്കിവിടെ ഈ ഒരു നോവലിൽ കാണാൻ പറ്റും. അവിടെ അദ്ദേഹം ആദ്യം നേരിടുന്ന കുറേയേറെ പ്രശ്നങ്ങൾ, അതിനു മുകളിൽ അദ്ദേഹം ആ കാടിൽ അല്ലെങ്കിൽ ആ എസ്റ്റേറ്റിൽ അദ്ദേഹം കണ്ടെത്തുന്ന പല വിധത്തിലുള്ള ജീവനുകളെ അതിനെക്കുറിച്ചുള്ളൊരു കഥയാണ് ആരണ്യകം എന്ന ഈ ഒരു പുസ്തകം സൂചിപ്പിക്കുന്നത്. ഗ്രേറ്റ് ഇന്ത്യൻ ക്ലാസിക് എന്നാണ് ഈ ഒരു നോവലിനെ കുറിച്ച് പല ആൾക്കാരും രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതിന് ഈ ഒരു കാര്യം കൂടെ ഉണ്ട് അതിലെനിക്ക് വിശേഷാൽ, സത്യം പറഞ്ഞാൽ എനിക്കും ഇത് അറിയില്ലായിരുന്നു. ഇദ്ദേഹം വിഭൂതിഭൂഷൺ ബന്ദോപാധ്യായാണ് ആക്ച്വലി ഏറ്റവും പ്രധാനപ്പെട്ട സത്യജിത് റേക്ക് സിനിമയാക്കിയ പാഥേർ പാഞ്ചാലി, അപരാജിത എന്നിവയൊക്കെ എഴുതിയത് ഈ അദ്ദേഹമാണ്, വിഭൂതിഭൂഷൺ ബന്ദോപാധ്യായാണ്. ലീല സർക്കാർ എന്ന് പറയുന്ന മലയാളിയായ ഒരു മാഡമാണ് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. പുള്ളിക്കാരി ദീപേഷ് സർക്കാർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വൈഫാണ്. അവരാണ് ഇതിനെ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തതും ഗ്രീൻ ബുക്സാണ് ഇതിനെ നമുക്ക് മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. 350 രൂപയാണ് ഈ ഒരു പുസ്തകത്തിൻ്റെ വില. അപ്പോൾ ആദ്യമൊക്കെ ഈ കഥ നമുക്ക് വായിച്ചു പോകുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന, ആദ്യമെല്ലാം ഈ നായകൻ കാടിനെ വല്ലാതെ വെറുക്കുന്നുണ്ട്. നാഗരികതയിൽ അല്ലെങ്കിൽ നഗരത്തിൻ്റെ ഏറ്റവും മനോഹരതയിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ കാട്ടിലേക്ക് പോകുമ്പോൾ അദ്ദേഹം നേരിടുന്ന കുറേയേറെ പ്രശ്നങ്ങളെ വളരെ തുറന്നു കാണാം. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് കാട്ടിൽ നിന്ന് ഓടി തിരിച്ച് നഗരത്തിൽ പോയി വേറെ എന്തെങ്കിലും ഒരു ജോലി കണ്ടെത്തണമെന്ന് അദ്ദേഹം കരുതുന്നുണ്ടെങ്കിലും കാലക്രമേണ അദ്ദേഹം ആ കാട്ടിലുള്ള ആൾക്കാരെ വളരെയധികം സ്നേഹിക്കുന്നു, അവരോടൊപ്പം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു. അവിടെ സാമൂഹികമായിട്ടുള്ള പലതരത്തിലുള്ള വ്യത്യാസങ്ങളെ, പണക്കാരനെയും പാവപ്പെട്ടവനെയും എല്ലാം അദ്ദേഹം കാണുന്നുണ്ട്. അദ്ദേഹം അവരെ മനസ്സിലാക്കുന്നുണ്ട്. അവരുടെ വിഷമങ്ങളിലൂടെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അത്തരത്തിലുള്ളൊരു നോവലാണത്. അവിടെ നമുക്ക് ഈ ബുക്കിൻ്റെ ബാക്കിൽ തന്നെ എഴുതിയിട്ടുണ്ട്, ഒറ്റയിരിപ്പിന് വായിച്ചു തീർക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു നോവലാണ്. നമുക്ക് ആ ടച്ച് വിട്ടു പോകില്ല. വായന മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്ക് ഒരിക്കലും നമുക്കത് മാറി അതിനെ മടക്കി വയ്ക്കാൻ തോന്നാത്ത രീതിയിൽ നമുക്ക് പെട്ടെന്ന് വായിച്ചു തീർക്കാൻ കഴിയുന്ന ഒരു നോവലാണ് ആരണ്യകം. കാട് തന്നെയാണ് പൂർണ്ണമായിട്ടും. ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, ഇതിനകത്ത് ഇദ്ദേഹം വിഭൂതിഭൂഷൺ ബന്ദോപാധ്യായ ഉറപ്പായിട്ടും ഈ ഇതുപോലത്തെ ഭാഗങ്ങളിൽ പോയി താമസിച്ചിട്ടുണ്ടാണ്. കാരണം കാട് വരളുന്നതും കാടിൽ മൃഗങ്ങൾ വരുന്നതും കാട് പട്ടിണിയാവുന്നതും കാട് നിറയുന്നതും, മീൻസ് പച്ചപ്പും ഹരിതാഭയൊക്കെ കൊണ്ട്, നമ്മൾ സിനിമയിൽ പച്ചപ്പും ഹരിതാഭ എന്നൊക്കെ പറയുന്ന പോലെ അതുകൊണ്ട് നിറയുന്നതുമെല്ലാം, അല്ലെങ്കിൽ കാടിനകത്ത് കൃഷി ചെയ്യുന്ന കാര്യങ്ങളും എല്ലാം അദ്ദേഹം വളരെ വിശാലമായിട്ട് മൃഗങ്ങളെക്കുറിച്ച്, മൃഗങ്ങളുടെ നീതിയെക്കുറിച്ച്, കാട്ടിലുള്ള മനുഷ്യരുടെ ജീവിതശൈലികളെക്കുറിച്ച് ഒക്കെ പലപ്പോഴും നമുക്കൊരു വരണ്ട കാലാവസ്ഥ നമ്മൾ വായിച്ചു പോകുമ്പോൾ നമുക്കതുപോലെ ഫീൽ ചെയ്യും. വെള്ളമില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഒക്കെ ഇവിടെ ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതെല്ലാം നമുക്ക് ഫീൽ ചെയ്യും. ഒരു നേരിട്ട് കണ്ടതുപോലുള്ളൊരു വിവരണം അല്ലെങ്കിൽ ആ നോവലിൽ നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഞാൻ എന്തുകൊണ്ടും വായനയും കാടിനെയും ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ആരണ്യകം എന്ന ഈ ഒരു നോവലിനെ ഞാൻ സജസ്റ്റ് ചെയ്യുന്നു. വായിക്കുക. അടുത്തൊരു പുസ്തകമായിട്ട് വീണ്ടും കാണാം. അതുവരെ നന്ദി. ബൈ.